ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുക ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതായിരുന്നു. അവിടുന്ന് അയച്ചവൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കുക, അതിനുവേണ്ടി മാത്രമാണ് ഈശോ ജീവിച്ചത്. ഈശോ നമ്മോടും പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഈശോ പിതാവിൻ്റെ ഹിതം നിറവേറ്റി ജീവിച്ചു. ഈശോയ്ക്ക് തൻ്റെ ജീവിതത്തിൽ അതല്ലാതെ മറ്റൊരു താല്പര്യവും ഈശോയ്ക്കുണ്ടായിരുന്നില്ല. പിതാവിൻ്റെ തിരുഹിതത്തിന് പൂർണ്ണമായും കീഴ്പ്പെടുക എന്നല്ലാതെ ഒരാശയവും ഈശോയ്ക്കുണ്ടായിരുന്നില്ല. ഈശോ നമ്മോടും പറയുന്നതാണ്, നമ്മളും ചെയ്യേണ്ടത് ഈ പിതാവിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങി എപ്പോഴും ജീവിക്കുക എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും കയറി വരാവുന്ന ഒരു ചിന്ത, നമ്മൾ ആധ്യാത്മിക ജീവിതത്തിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ ഭക്ത അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വ്യക്തിയാകാൻ വേണ്ടി, ഞാൻ നല്ലവനാണെന്ന് ബാക്കിയുള്ളവർ പറയുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി പരിശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ട്. അപ്പം നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വരുത്താനും അത് മറ്റുള്ളവരെ അറിയിക്കാനും എൻ്റെ നല്ല പ്രവൃത്തികൾ ലോകത്തെ കാണിക്കാനും ഞാൻ പരിശ്രമിക്കാറുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുക മാത്രം ചെയ്യുന്നവർക്ക് ഒരിക്കലും സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈശോ പറഞ്ഞ വാക്കുകൾ അതേപടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഈശോ പറഞ്ഞ വാക്ക് അതേപടി. അപ്പം നമ്മളൊക്കെ ഓർത്ത് നോക്കുക, നമ്മളൊക്കെ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കള്ളത്തരം പറയുന്നതാണ്. ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞത് അതേപടി നമ്മൾ അനുസരിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം പറയുന്നത്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ കർത്താവ് വച്ചിരിക്കുന്ന മാനദണ്ഡമാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. പിതാവ് എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത്, പിതാവ് പഠിപ്പിച്ചതാണ് ഈശോയുടെ അധരങ്ങളിലൂടെ വന്നത്. അപ്പം വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒരുപാട് കള്ളത്തരങ്ങൾ വരുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് അഭിനയങ്ങൾ വരുത്തുന്നുണ്ട്. എൻ്റെ ആത്മീയ രംഗങ്ങളിൽ പോലും ഞാൻ എൻ്റെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ നിറവേറ്റുവാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്തിന് ആത്മീയ ജീവിതത്തിൽ നമ്മൾ മായം ചേർക്കുന്നു? ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം നമ്മോട് പറയുന്നത്, ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ്. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ്. എൻ്റെ മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ, മറ്റാരും അറിയാത്ത എൻ്റെ ഹൃദയത്തിൻ്റെ കോണുകളും സകല ചിന്തകളും എൻ്റെ സകല ഭാവനകളും എൻ്റെ ചെറിയ കരുതലുകളും ഇതെല്ലാം അറിയുന്നവനും യഥാർത്ഥമായി എൻ്റെ ഹൃദയത്തെ നിരീക്ഷിക്കുന്നവനും എൻ്റെ നാവിൽ നിന്ന് ഉതിരുന്നത് അതേപടി കേൾക്കുന്നവനുമാണ് എൻ്റെ ദൈവം. ഞാനിപ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു കാര്യം ചെറിയ ഉച്ചത്തിൽ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അടുത്ത് നിൽക്കുന്നവർ മാത്രമേ അത് കേൾക്കൂ. പക്ഷേ അകലെയുള്ളവർക്കത് കേൾക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ ദൈവം, ഞാൻ എത്ര മെല്ലെ പറഞ്ഞാലും, ഞാൻ എന്ത് ചിന്തിച്ചാലും, ഞാൻ എന്ത് കരുതിയാലും അതെല്ലാം എൻ്റെ ദൈവം കാണുന്നുണ്ട്. മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെപ്പോലും അറിയുന്നവനാണ് എൻ്റെ ദൈവം. പിന്നെ ഞാൻ എന്തിന് കള്ളത്തരം കാണിക്കുന്നു? പിന്നെ ഞാൻ എന്തിന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അഭിനയങ്ങൾ നടത്തുന്നു? കർത്താവേ കർത്താവേ എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല,
എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കെ നമ്മുടെ സൂക്ഷ്മ വ്യാപാരങ്ങൾ പോലും തമ്പുരാൻ അറിയുന്നു. അവിടുത്തെ മുമ്പിൽ ഒന്നും എനിക്ക് മറച്ചു വയ്ക്കുവാനില്ല. അവിടുത്തെ മുമ്പിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും അഭിനയിച്ച് കാണിക്കാനുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായി ഈശോയെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനായി ഞാൻ തീരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 21 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഞാൻ പുറത്തായി? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന അവരെല്ലാം പുറത്ത്. ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നുമെല്ലാം ജനം വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അവരങ്ങനെ വിരുന്നിനിരിക്കുമ്പോൾ നിങ്ങൾ പിറുപിറുക്കുന്നതായി കാണും. ദൈവരാജ്യത്തിൻ്റെ മക്കളാണ് അവിടെ പിറുപിറുക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാത്തവരായി കർത്താവേ കർത്താവേ എന്ന് വെറുതെ വിളിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തല്ലോ. അവർക്ക് പറയാനുണ്ട്, ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറയുമ്പം അവർക്ക് ഒത്തിരി കാര്യങ്ങൾ കർത്താവിനോട് ചോദിക്കാനുണ്ട്. കർത്താവേ, ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അങ്ങയുടെ മുമ്പിൽ ചെയ്തില്ലേ? കർത്താവിൻ്റെ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചാണ് അതെല്ലാം ചെയ്തത്. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചിരുന്നു. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയിരുന്നു. നിരവധി അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രവർത്തിച്ചതൊക്കെ വെറുതെ ആയിരുന്നുവെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളെ അറിയുകയില്ല. എനിക്ക് നിങ്ങളെ അറിയത്തില്ല. കാരണം എന്താണ്? അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. നമ്മൾ അനീതി പ്രവർത്തിച്ചതുകൊണ്ടാണ്, കർത്താവിന് ഇഷ്ടമാണ് എന്ന് കരുതിയാണ് പലതും നമ്മൾ ചെയ്തത്. നമ്മുടെ പേരിന് വേണ്ടിയും നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയും. ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ പ്രസംഗിച്ച കാര്യങ്ങളും പിശാചുക്കളെ പുറത്താക്കിയതും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആഴവുമെല്ലാം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു വെച്ചു. ഈശോ പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ മുഖത്ത് ആ ക്ഷീണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തൈലം പുരട്ടുക. അങ്ങനെ തൈലം പുരട്ടി നിനക്കൊരു ക്ഷീണവുമില്ല എന്ന് യഥാർത്ഥത്തിൽ ക്ഷീണമുള്ളപ്പോൾ പോലും ലോകജനത മനസ്സിലാക്കണം. അപ്പം ഞാൻ ചെയ്യുന്ന ഒന്നും അറിയില്ല. ഞാൻ എൻ്റെ വലത് കൈ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നെങ്കിൽ ഇടത് കൈ പോലും അത് അറിയാൻ പാടില്ല. ഈശോ അത്ര കർശനമായിട്ടാണ് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഓരോ ദിവസത്തെ ചെയ്തികളും എത്ര കടുപ്പമാണ് എന്ന് ചിന്തിക്കുക. നമ്മളൊക്കെ എന്ത് ചെയ്താലും അതിനെ നോട്ടീസ് അടിക്കാനും പേപ്പറിൽ കൊടുക്കാനും മറ്റുള്ളവരെ അതൊക്കെ അറിയിക്കാനും ഒക്കെ നമ്മൾ മെനക്കെടും. അതിനെല്ലാം നമ്മുടെ ഭാഗത്ത് നമ്മുടേതായ ന്യായങ്ങളും ഉണ്ട്. അപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായം 31-ാമത്തെ തിരുവചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്: നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഞാൻ എന്നെ തന്നെ വിധിച്ചിരുന്നെങ്കിൽ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എനിക്ക് വിധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വിധിക്കപ്പെടുകയില്ലായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് വിധിക്കപ്പെടുന്നത്? ഇതൊന്നും നമുക്കറിയത്തില്ല, എല്ലാം ശരിയാണ് എന്നുള്ള ഭാവത്തിൽ നമ്മളങ്ങ് പോവുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം: ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ വലിയ തിന്മകളെ സമാധാനമെന്ന് അവർ വിളിക്കുകയും ചെയ്തു. അതെന്താണ്? അവരുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ തന്നെ അവർക്ക് തെറ്റുപറ്റി. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടവരാണ് അവർ എന്നുള്ള കാര്യം അവർക്കങ്ങ് മനസ്സിലായില്ല. എന്നിട്ടോ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു. അവർ സമാധാനത്തിലാണ് എന്ന് അവരങ്ങ് ധരിക്കുകയാണ്.
എന്നാൽ വലിയ സംഘർഷത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം ദൈവത്തെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയാൻ പാടില്ലായിരുന്നു എന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പസ്തോലൻ പറയുന്നത്, പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് കൊരിന്തോസുള്ള 1-ാമത്തെ ലേഖനത്തിൽ 11-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ, നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. അനീതി പ്രവർത്തിക്കുന്നവരാണ്. കർത്താവ് ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുന്നുണ്ട്. പ്രഭാതത്തിൽ നടന്നു പോയപ്പോൾ ആ അത്തിവൃക്ഷത്തിൽ എന്തെങ്കിലും കാണുമെന്ന് അവൻ വിചാരിച്ചു. അവന് വിശക്കുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ആർത്ത് വളരുന്ന ഇലകളുണ്ടായിരുന്നു. ആർത്ത് വളരുന്ന ഇലകളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈശോ അതിനോട് പറഞ്ഞ, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഫലം തിന്നാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ അത് ഉണങ്ങിപ്പോയി എന്ന് സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം ആർത്ത് വളരുന്ന ഇലകളോടുകൂടി ഉള്ള ഒരു ജീവിതമാണ്. ദൈവത്തെ അറിയാതെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ ഉള്ള ജീവിതം. ജ്ഞാനത്തിൻ്റെ പുസ്തകം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 1-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ, ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നാശത്തെയും. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്. പിതാവിനെ അറിയാത്തവർ, ഈശോയെ അറിയാത്തവർ, അവിടുത്തെ കൽപ്പനകൾ അറിയാത്തവർ, ദൈവത്തിൻ്റെ സമാധാനം എന്തെന്ന് അറിയാത്തവർ ജീവിതത്തിലെ സ്വന്തം തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അവർക്ക് ഈ ഗതി വരുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്, നിരവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരിയേറെ വചനപ്രഘോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈശോ പറയുന്നു, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിയുകയില്ല. കാരണം അവർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരല്ലാതിരുന്നത് കൊണ്ട് പിതാവ്, ഈശോ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചേ ഇല്ല. ഈശോയുടെ ചിന്ത അങ്ങോട്ടേക്ക് പോയേയില്ല. ഈശോ അവരെക്കുറിച്ച് ചിന്തിച്ചുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് തെറ്റുപറ്റുന്നത്? യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നു, അത് അനുവർത്തിക്കുന്നില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഓർത്ത് നോക്കുക, നമ്മുടെയൊക്കെ മുമ്പിൽ ഒരുപാട് മനുഷ്യരുടെ പ്രശ്നങ്ങളുണ്ട്. ഓരോ ദിവസവും പള്ളികളിലാണെങ്കിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളൊക്കെ വരും. ഈ കുടുംബ പ്രശ്നങ്ങളും അസ്വസ്ഥകളും ഒക്കെ ആയിട്ട് വരുന്നവർ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നല്ല മിടുക്കര. ഏത് പ്രശ്നവും ഞങ്ങൾ പരിഹരിക്കുന്ന തരത്തിൽ ഉപദേശിക്കാൻ അവർക്ക് പറ്റും. പക്ഷേ നമ്മൾ രണ്ട് ഭാഗവും കേൾക്കുമ്പോൾ, രണ്ട് വശത്തെ പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ, ഉപദേശിച്ച് ബാക്കിയുള്ളവരെ നന്നാക്കാനുള്ള കഴിവ് അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനുള്ള കഴിവ് അവർക്കില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരാകും. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിൽ എത്ര വലിയ പ്രശ്നം കൈകാര്യം ചെയ്യാനും ഈ പ്രശ്നങ്ങളുള്ള എല്ലാവരും തയ്യാറാണ്. അവരെ ആരെയൊക്കെ വേണമെങ്കിലും ഉപദേശിച്ച് നന്നാക്കാനും തയ്യാറാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് ഇതൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹയുടെ ശക്തമായ വചനം, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിത്തീരുവിൻ. അപ്പോൾ പ്രാവർത്തികമാകുന്നല്ലേ നമ്മുടെ ജീവിതത്തിൽ? ഇന്ന് വചനം കേൾക്കാത്തതിൻ്റെ കുറവ് ഒരുപാട് മനുഷ്യർക്കില്ല. പക്ഷേ നമ്മൾ ഇതൊന്നും പ്രാവർത്തികമാക്കാത്തതിൻ്റെ കാരണം എന്താ? ചിലരൊക്കെ വിചാരിക്കുന്നത് ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെന്ന്. പിന്നെ കുറച്ച് പേർക്ക് ഒരു മിഥ്യാധാരണയുണ്ട്, എന്ത് ചെയ്താലും ദൈവം ക്ഷമിക്കും. ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം ക്ഷമിക്കും, അതുകൊണ്ട് എന്തും ചെയ്യാം. പിന്നെ കുറേ പേരുടെ ഒരു ധാരണ, അവസാന നിമിഷം മാനസാന്തരപ്പെട്ടാൽ മതിയല്ലോ എന്നുള്ളതാണ്. കുറച്ചുകൂടിയൊക്കെ പ്രായമായതിന് ശേഷം മാനസാന്തരപ്പെടാം, അല്ലെങ്കിൽ ഏത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, കുമ്പസാരിച്ചാൽ മതിയല്ലോ. ചിലരൊക്കെ വിചാരിക്കുന്നു ഇതൊക്കെ മതി, ഇതൊക്കെ ആവശ്യത്തിനുണ്ട് എൻ്റെ ആധ്യാത്മിക ജീവിതം. വചനം പ്രാവർത്തികമാക്കാത്തതിൻ്റെ കാരണം ഈശോ വളരെ വ്യക്തമായിട്ട് വിധക്കാരൻ്റെ ഉപമയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട്
മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇത് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തിൻ്റെ കഥയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളിൽ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. വചനം അവൻ കേൾക്കുന്നുണ്ട്, അവൻ വചനം കേൾക്കുന്നു. വഴിയുടെ ഒരു പ്രത്യേകത, അവിടെ എപ്പോഴും മനുഷ്യർ ചവിട്ടി നടന്ന മണ്ണ് നല്ല തറച്ചു കിടക്കുന്ന സ്ഥലമായിരിക്കും. മണ്ണ് തറച്ചു കിടക്കുന്ന ഒരു സ്ഥലത്തൊരു വിത്ത് വീണാൽ, ഗോതമ്പിൻ്റെ ഒരു വിത്ത് അല്ലെങ്കിൽ നെല്ലിൻ്റെ ഒരു മണി വീണാൽ അതവിടെ വീണ് കിടക്കുന്നത് തെളിഞ്ഞ് കാണും. അകലെ മരത്തിലിരിക്കുന്ന പക്ഷിക്കത് കാണാൻ പറ്റും. ഇങ്ങനെ ഈ വഴിയിലൊരു വിത്ത് കിടപ്പുണ്ട്, അപ്പോൾ പക്ഷി വന്ന് അത് കൊത്തിയെടുക്കും. ഇതുപോലെ പരുവപ്പെടാത്ത ഹൃദയവുമായിട്ട് നമ്മൾ വചനം കേൾക്കുമ്പോൾ അവിടെ ഒരിക്കലും വചനം പതിയുന്നില്ല. എന്നാൽ ഇളകിയ മണ്ണിലാകട്ടെ, ആ മണ്ണിനകത്ത് വിത്ത് പൂണ്ടുപോവുകയാണ്. പിന്നെ പക്ഷിക്കത് കാണാൻ പറ്റില്ല, അതവിടെ കിളിർക്കും, ഇലയാകും, കതിരാകും, അങ്ങനെ ഫലം കിട്ടും. എന്നാൽ വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് തറച്ചു കിടക്കുന്ന മണ്ണിൽ പക്ഷി വളരെ വേഗം വന്ന് കാണുകയും അത് കൊത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇത് ദുഷ്ടനാണ് എന്ന് ഈശോ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന വചനം അത് ഫലദായകമാകണമെങ്കിൽ വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ ആകരുത്. വഴി പോലെ എല്ലാ മനുഷ്യരും ചവിട്ടി നടക്കുന്ന ഇടമാകരുത്. എൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ചവിട്ടി നടക്കാനുള്ളതല്ല. എൻ്റെ ഹൃദയം അവിടെ ഒരു വഴിയല്ല, അത് വളരെ ഞാനും എൻ്റെ ദൈവവും മാത്രമുള്ള ഒരു ഇടമാണ് എൻ്റെ ഹൃദയം. അവിടെ വചനം കേൾക്കാൻ പാകമായിരിക്കണം എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ. ആ ഒരു അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ വചനം അവിടെ വീഴുകയുള്ളൂ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-13 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതും. ദൈവത്തിൻ്റെ വചനം അത്ര ശക്തമാണ്. അതിനോടുള്ള എൻ്റെ പ്രതികരണം എത്ര മോശമാണോ അതിനനുസരിച്ചാണ് വചനം ഫലം ചൂടാതെ പോകുന്നത്. ഞാൻ വചനത്തോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആളാണെങ്കിൽ ഇളകിയ മണ്ണുള്ള ഒരു സ്ഥലം പോലെയാണ് എൻ്റെ ഹൃദയം എങ്കിൽ അവിടെ ഹൃദയം വചനത്തിന് ഒരു സ്വീകാര്യതയുണ്ട്. അല്ലെങ്കിൽ വചനത്തിന് അവിടെ സ്വീകാര്യതയില്ല. വളരെ വേഗം പിശാച് വന്നത് കൊത്തിയെടുക്കും. ഒന്നുമില്ല. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ പക്ഷി അത് കൊത്തി പറന്ന് പോകാനിടയാവും. പാറപ്പുറത്ത് ഭവനം പണിത മനുഷ്യനെ ഈശോ അഭിനന്ദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടു. അവൻ പാറമേൽ അടിസ്ഥാനമിട്ടത് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടാണ്. ചിലവേറിയതായിരുന്നു ആ ഭവനത്തിൻ്റെ പണി. വെറുതെ മണൽപ്പുറത്ത് പണിയുന്നവന് അധികം പണച്ചെലവ് വരുന്നില്ല. എന്നാൽ പാറപ്പുറത്ത് ഭവനം പണിതവന് ആ ഭവനം പണിയാൻ നല്ല ചിലവാണ്. അവൻ ആഴത്തിൽ കുഴിച്ച് പാറ കാണുന്നത് വരെ മണ്ണ് മുഴുവനും മാറ്റി ആ പാറമേൽ അടിസ്ഥാനമിട്ട് അവൻ അതിൽ നിന്ന് പണിത് പോരുകയാണ്. അങ്ങനെ അതിൽ നിന്നും പണിത് പോരുമ്പോൾ അതിൻ്റെ പണിക്ക് മണ്ണിനൊപ്പം എത്താൻ പോലും അല്ലെങ്കിൽ തറയൊപ്പം എത്താൻ പോലും നല്ല ചിലവ് വരും. അവൻ ഒത്തിരിയേറെ അധ്വാനം അവിടെ ആവശ്യമാണ്. കാരണം പാറ കാണുന്നത് വരെ അവൻ കുഴിച്ചു, നല്ല ചിലവ് വന്നു. വിലയേറിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ചിലവേറെയാണ്. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയാനും നല്ല ചിലവ് ആവശ്യമാണ്. ഈ ചിലവ് അതിൻ്റെ ഒരു സഹനമാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം ലംഘിക്കാതിരിക്കാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ അതൊരു വലിയ സഹനമാണ് എനിക്ക്. അവിടെ എനിക്കൊരു കഠിനാധ്വാനം ആവശ്യമാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾക്ക് അവിടെ വില കൊടുക്കണം. ഞാൻ ആഴത്തിൽ കുഴിച്ച് വീട് പണിയണമെങ്കിൽ അതിനുവേണ്ട സാമഗ്രികളൊക്കെ നല്ല വില കൊടുത്ത് ഞാൻ വാങ്ങണം. ഞാൻ കുറഞ്ഞ ചെലവിൽ ഒരു വീട് പണിത് തീർക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും എനിക്കത് സാധിക്കില്ല. പാറമേൽ അടിസ്ഥാനമിടണമെങ്കിൽ വളരെ വലിയ ചിലവ് അതിന് വരും. അതിൻ്റെ ഒരു ആവശ്യം എൻ്റെ ജീവിതത്തിൽ, ആ ചിലവ് കണ്ടുമുട്ടാനുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതം പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയേറെ സഹനങ്ങളെ ഞാൻ നേരിടേണ്ടതായിട്ട് വരും. ഒത്തിരിയേറെ ചിലവ് ഞാൻ ചെയ്യേണ്ടി വരും. ഒത്തിരിയേറെ ഞാൻ വില കൊടുക്കേണ്ടി വരും. ഇവിടെയെല്ലാം
ഞാൻ അതിനൊക്കെ ആയിട്ട് തയ്യാറാവുകയാണ്. കർത്താവെ, വില കൊടുക്കേണ്ടതിനൊക്കെ ഞാൻ വില കൊടുക്കാം. അതെന്താണ്? സഹനമാണ് ഞാൻ ആ വിലയായിട്ട് കൊടുക്കേണ്ടത്. എൻ്റെ അധ്വാനം വീണ്ടും വീണ്ടും ഞാൻ അധ്വാനിക്കണം. ഒരുപക്ഷെ ഞാൻ പരാജയപ്പെട്ടു പോകുന്നുണ്ടാവും. പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ അധ്വാനിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? കർത്താവിൻ്റെ വചനത്തിൽ നിലനിൽക്കാനായിട്ട്. ഞാനങ്ങനെ വില കൊടുത്ത് ഒത്തിരിയേറെ അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാൻ സുഖം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവൾ നാമാൻ്റെ പരിചാരികയായി. അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, എൻ്റെ യജമാനൻ സമറിയയിലെ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനൻ്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. അപ്പോൾ എലീഷ പ്രവാചകനെക്കുറിച്ച് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ നാമാൻ്റെ ഭാര്യയോട് പറയുന്നതും അങ്ങനെ നാമാന് എലീഷ പ്രവാചകൻ സൗഖ്യം കൊടുക്കുമെന്ന വിവരവും അറിയുന്നത്. അപ്പം എലീഷ പ്രവാചകൻ്റെ അടുത്തേക്ക് നാമാൻ രാജാവിൻ്റെ അനുവാദത്തോടുകൂടി എലീഷ പ്രവാചകന് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ കൊടുക്കാനായിട്ട് ഒരുപാട് സ്വർണവും വെള്ളിയും വിശിഷ്ടമായ വസ്ത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ട് അവൻ എലീഷ പ്രവാചകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സിറിയയിൽ നിന്നും രാജാവിൻ്റെ അനുവാദത്തോടുകൂടി അവിടെ ചെന്ന് പ്രവാചകനെ കണ്ട് സൗഖ്യം വാങ്ങിക്കുവാനായിട്ട്. 5-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം പറയുന്നു, നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീഷയുടെ വീട്ടുപടിക്കലെത്തി. എലീഷ ദൂതനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കും. നാമാൻ വലിയ ആഘോഷത്തോടെ വലിയ പ്രതീക്ഷകളോടെ രഥങ്ങളും കുതിരകളുമായി എലീഷയുടെ വീട്ടുപടിക്കലെത്തി. അപ്പോൾ എലീഷ ദൂതനോട് പറഞ്ഞു വിട്ടു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, എലീഷ എൻ്റെ അടുത്തിറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. നാമാൻ്റെ ആഗ്രഹം എലീഷ പ്രവാചകൻ ഇറങ്ങി വരും, അവന് പരിചയപ്പെട്ട്, ഓഹോ നീ സൈന്യാധിപനാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് അംഗീകരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് അവൻ്റെ അടുത്ത് ചെന്ന് കർത്താവിൻ്റെ നാമം അവൻ്റെ കേൾക്കെ കരമുയർത്തി ഒന്ന് വിളിച്ച് അങ്ങനെ അവനെ കരം വീശി സുഖപ്പെടുത്തും. ഇതായിരുന്നു നാമാൻ്റെ പ്രതീക്ഷ. പക്ഷേ ദൂതനോടാണ് എലീഷ പറഞ്ഞു വിട്ടത്, നീ പോയി ജോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. അവൻ ശരീരത്തിന് സൗഖ്യം കിട്ടുന്നതിനേക്കാൾ എലീഷ ഇറങ്ങി വന്ന് അവനെ സ്വീകരിക്കുന്നതിലൊക്കെ അവൻ വലിയ വില കൊടുത്തു. അതിനൊക്കെ വലിയ പ്രാധാന്യം അവൻ നൽകി. അവനിപ്പോൾ വേണ്ടതെന്താണ്? അവന് വേണ്ടത് സൗഖ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അവൻ ചിലതൊക്കെ പ്രവാചകൻ വന്ന് അവനെ ഒത്തിരിയേറെ സ്നേഹബഹുമാന ആദരവുകളോടെ അവനെ സ്വീകരിക്കുന്നതൊക്കെ അവൻ സ്വപ്നം കണ്ടു. പ്രവാചകനെ തൻ്റെ മുമ്പിൽ വരുത്തുക, തൻ്റെ എല്ലാ രോഗവും തൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രവാചകൻ്റെ മുമ്പിൽ വയ്ക്കുക, അങ്ങനെ പ്രവാചകനെ മുമ്പിൽ വരുത്തി ആ ഒരു അംഗീകാരം, താൻ സൈന്യാധിപനാണ്, വലിയൊരു ഉദ്യോഗസ്ഥനാണ്, ഇത് പ്രവാചകനെ കൊണ്ടൊന്ന് അംഗീകരിപ്പിക്കുക. പ്രവാചകൻ ഓഹോ കൊള്ളാം എന്ന് പ്രവാചകൻ പറയണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ നടത്തുക. അല്ലാതെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്ന എളിയ മനോഭാവം പല ക്രിസ്ത്യാനിക്കും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരിയേറെ ദൈവകൃപ അവിടെ നഷ്ടമാകുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുക. എൻ്റെ പ്രവൃത്തികളുടെ മേൽ കർത്താവിനെ കൊണ്ട് ഒരു ഒപ്പ് വെപ്പിക്കുക. ഞാൻ ചെയ്തല്ല ശരി, ഞാൻ പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്, ഞാൻ വചനം പ്രസംഗിച്ചിട്ടുണ്ട്, അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേൽ കർത്താവ് ഒരു ഒപ്പിട്ട് തന്നാൽ മാത്രം മതി, എല്ലാ അംഗീകാരവും ഓക്കെ, ഞാനെല്ലാം ചെയ്യും, നീ അത് അംഗീകരിച്ചാൽ മതി. പക്ഷേ ഈശോ പറയുന്നു, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഓരോ നിമിഷവും പിതാവിൻ്റെ ഹിതം എന്തായിരിക്കും എന്ന് അന്വേഷിക്കുക. എന്നെക്കുറിച്ചുള്ള ദൈവപിതാവിൻ്റെ ഇഷ്ടം, ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും എൻ്റെ പിതാവിൻ്റെ ഹിതം എന്തായിരിക്കും എന്ന് ഓരോ നിമിഷവും ചിന്തിക്കാൻ ഈശോ നമ്മെ നിർബന്ധിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ,
ഈ നിമിഷത്തെ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങൾ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. എപ്പോഴും ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ള വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ നീ നിറച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിച്ചതും എപ്പോഴും പിതാവിൻ്റെ ഹിതം അനുവർത്തിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങളുടെയും എപ്പോഴത്തെയും താല്പര്യം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി തീരട്ടെ. അതിനുള്ള ഒരു നല്ല മനസ്സ് ഈശോയെ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മനസ്സിന് കീഴ്പ്പെട്ടതുപോലെ ഞങ്ങൾക്കും കീഴ്പ്പെടാനുള്ള നല്ല മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.